നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടുകൂടി 2025 ജൂലൈ മാസം 3-ാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. 2025 ജൂലൈ മാസം 3-ാം തീയതി മലയാള തീയതിയിൽ വരുമ്പോൾ 1200-ാം ആണ്ട് മിഥുനമാസം 19-ാം തീയതിയാണ്. ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ആഷാഢ മാസം 12-ാം തീയതിയാണ്. സൂര്യോദയ സമയം, അതായത് വ്യാഴാഴ്ച ദിവസത്തെ 2025 ജൂലൈ മാസം 3-ാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ 6:12, അസ്തമയ സമയം വൈകുന്നേരം 6:40. ഉദയാൽപരം തിഥി അഷ്ടമി തിഥിയാണ്. അഷ്ടമി തിഥി വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 2:09 വരെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 2:09 വരെ അഷ്ടമി തിഥി ഉണ്ടായിരിക്കും. പിന്നീട് നവമി തിഥിയാണെന്ന് അറിഞ്ഞുകൊള്ളുക. ഉദയാൽപരം നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രം വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 1:52 വരെ ഉണ്ടായിരിക്കും. അപ്പോൾ വ്യാഴാഴ്ച ദിവസം 2 നക്ഷത്രമാണ് 27 നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്നത്. അതായത് വ്യാഴാഴ്ച ദിവസം 1:52 വരെയുള്ള ജീവിതാനുഭവങ്ങളല്ലായിരിക്കും 1:52 ശേഷം വരുന്നത്. ചിലർക്ക് കൂടുതൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ വരാം, ചിലർക്ക് വളരെ മോശമായ അനുഭവങ്ങളൊക്കെ വരാം. അങ്ങനെ 2 നക്ഷത്രം സ്വാധീനിക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരമുള്ള അനുഭവങ്ങൾ. ഉച്ചവരെയൊക്കെ നല്ല അനുഭവങ്ങൾ, ഉച്ചയ്ക്ക് ശേഷം മോശമായ അനുഭവങ്ങൾ, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുക. അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. 2 നക്ഷത്രം സ്വാധീനിക്കുന്നതുകൊണ്ടാണ്. ഒരാൾ ഓഫീസിലേക്ക് രാവിലെ പോകുന്നു, നല്ല സന്തോഷത്തോടുകൂടി ഉന്മേഷവാനുമായിട്ട് ഓഫീസിൽ പോകുന്നു, ഉച്ച കഴിഞ്ഞ് അയാൾ നിരാശനായിട്ട് തിരിച്ചു വരുന്നു. ചിലർ നിരാശയോടുകൂടി പോകുന്നു, ഉച്ച കഴിഞ്ഞ് ഹാപ്പിയായിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന 2 നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ടാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോകാം. വ്യാഴാഴ്ച ദിവസം ഉദയാൽപരം നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രം വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 1:52 വരെ ഉണ്ട്. അപ്പോൾ 1:52 വരെ അത്തം നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് നേട്ടങ്ങളൊക്കെ ഏത് നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം. ഉത്രാടം, തിരുവോണം, രോഹിണി, മകയിരം, ഉത്രം, മകം, പൂയം, ഇത്രയും നാളുകാർക്ക് അത്തം നക്ഷത്രത്തിൻ്റെ നേട്ടം കൊണ്ട് ജീവിതാനുഭവങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ ഇഷ്ടപ്പെടുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ജീവിതാഭിവൃദ്ധി ഉണ്ടാകും, മഹാദേവൻ്റെ അനുഗ്രഹവും ഉണ്ടാകും. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. അപ്പോൾ 2025 ജൂലൈ മാസം 3-ാം തീയതി വ്യാഴാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 1:52 വരെ അത്തം നക്ഷത്രമാണല്ലോ. അത്തം നക്ഷത്രപ്രകാരം ജീവിതാനുഭവങ്ങൾ അനുകൂലമായി വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഉത്രാടം, തിരുവോണം, മകം, പൂയം, രോഹിണി, മകയിര, ഉത്രം എന്നീ നാളുകാർക്ക് വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 1:52 വരെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് ജ്യോതിഷം പറയുന്നു. അപ്പോൾ വ്യാഴാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 1:52 വരെ പ്രതികൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക? പൂരം, ആയില്യം, പുണർദം, കുംഭക്കൂറിൽപ്പെട്ട അവിട്ടൻ 2 പാദം, ചതയം, പൂർട്ടാതി 3/4 നാളുകാർ, ഇത്രയും നാളുകാർ സൂക്ഷിക്കേണ്ട ദിവസമാണെന്നുള്ളത് കഴിഞ്ഞ അധ്യായത്തിൽ ഞാൻ പറഞ്ഞു. ഇപ്പോഴും ഞാൻ പറയുന്നു. വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 1:52 വരെ പൂരം, ആയില്യം, പുണർദം, കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം, ചതയം, അവിട്ടൻ 2 പാദം, ചതയം, പൂർട്ടാതി 3/4 നാളുകാർ സൂക്ഷിക്കുക. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കുമെന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. ഇനി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:52 ശേഷം ചിത്ര നക്ഷത്രമാണ് ആരംഭിക്കുന്നത്. ചിത്ര നക്ഷത്രത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ കന്നിക്കൂറിലും പിന്നീടുള്ള 2 പാദങ്ങൾ തുലാക്കൂറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. കന്നിക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം നക്ഷത്ര സമയം, അതായത് വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 1:52 മുതൽ വ്യാഴാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞുള്ള 1:52 അഥവാ വെള്ളിയാഴ്ച 1:52 AM എന്ന് പറയുന്ന സമയം വരെ ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പിന്നെ തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം നക്ഷത്ര സമയം ഈ 1:52 AM വെള്ളിയാഴ്ച 1:52 AM മുതൽ വൈകുന്നേരം 4 മണി വരെ ഉണ്ട്. അതായത് 4:51 വരെ ഉണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ സമയത്തൊക്കെ ജനിക്കുന്ന കുട്ടികൾ കന്നിക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം നക്ഷത്ര ജാതകരാണെന്നും തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികളുടെ നക്ഷത്രം അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു തന്നത്. അതായത്
വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 1:52 മുതലാണ് ചിത്ര നക്ഷത്രം ആരംഭിക്കുന്നത്. ചിത്ര നക്ഷത്രം അവസാനിക്കുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം 4:51 അപ്പോൾ കന്നിക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം നക്ഷത്ര സമയം വെള്ളിയാഴ്ച 1:52 AM എന്ന് പറയുന്ന സമയം വരെയാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ബാക്കി സമയത്തുള്ള കുട്ടികൾ തുലാക്കൂറിൽപ്പെട്ട ചിത്ര നക്ഷത്ര ജാതകരാണെന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇനി ഈ ചിത്ര നക്ഷത്ര പ്രകാരം, അതായത് കന്നിക്കൂറിൽപ്പെട്ട ചിത്ര നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് വ്യാഴാഴ്ച ദിവസം മെച്ചപ്പെട്ട അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ കന്നിക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം നക്ഷത്ര പ്രകാരം അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ, അതായത് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 1:52 മുതൽ തിരുവോണം, അവിട്ടം, മകരക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം, മകയിരം, പൂരം, തിരുവാതിര, ആയില്യം, അത്തം, ഇത്രയും നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് 1:52 മുതൽ ചിത്ര നക്ഷത്രം ആരംഭിക്കുകയാണ്. 1:52 വരെ അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്ര പ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞ് 1:52 മുതൽ ചിത്ര നക്ഷത്രം ആരംഭിക്കുന്നു. അപ്പോൾ ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദം കന്നിക്കൂറിൽപ്പെട്ട ചിത്ര നക്ഷത്ര പ്രകാരം അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ തിരുവോണം, മകരക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം, മകയിരം, പൂരം, തിരുവാതിര, ആയില്യം, അത്തം. അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് നേട്ടങ്ങൾ വന്നു ചേരുക. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ പൂയം, മകം, ഉത്രം, പൂരാടം, അശ്വതി, കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാർ. അപ്പോൾ ഇത്രയും നാളുകാർക്ക് പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഒക്കെ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 1:52 കഴിയുമ്പോൾ മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ 1:52 വരെയുള്ള സമയത്ത് വന്നു ചേരാം. സൂക്ഷിക്കണം എന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ളത്. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും. ഇങ്ങനെ 2 നക്ഷത്രം വരുന്നത് കൊണ്ട് ഇത് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവർക്കൊക്കെ ചിലപ്പോൾ ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ വ്യക്തമാകാതെ വരും, ചിലർക്കൊക്കെ മനസ്സിലാകാതെയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കുന്ന വിധത്തിലാണ് ഞാൻ പറഞ്ഞു തന്നത്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ശുഭസമയമാണ്. അതായത് വ്യാഴാഴ്ച ദിവസവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ശുഭസമയമാണ് പറഞ്ഞു തരുന്നത്. വ്യാഴാഴ്ച ദിവസം രാവിലെ 6:12 മുതൽ 9:12 വരെയുള്ള സമയം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ച് തന്നിരിക്കുന്നു. പിന്നീട് 10:42 മുതൽ ഉച്ചകഴിഞ്ഞ് 1:42 വരെയുള്ള സമയം ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ച് തന്നിരിക്കുന്നു. 1:42 മുതലാണ് രാഹു ആരംഭിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ കാണുന്ന കലണ്ടറിൽ 1:30 രാഹുവിൻ്റെ സമയം എഴുതി വച്ചിരിക്കുന്നത്. പക്ഷേ രാഹുവിൻ്റെ സമയം ഓരോ ദിവസത്തെ സൂര്യോദയ സമയപ്രകാരം കാണേണ്ടതുണ്ട്. അപ്പോൾ 1:42 മുതലാണ് രാഹു ആരംഭിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇനി ഈ അധ്യായത്തിൽ ഞാൻ പറയുന്ന കാര്യം സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. തീയതി 3 ഏതൊരു മാസത്തെയും 3, 12, 21, 30 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. കൂടുതൽ മെച്ചപ്പെട്ട ജീവിതാനുഭവങ്ങൾ അവരിലേക്ക് വന്നു ചേരുവാൻ വേണ്ടി തവിട്ട്, വയലറ്റ്, ഇളച്ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ CGLS എന്നീ അക്ഷരങ്ങൾ കൂടിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമായിരിക്കും വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ സംഖ്യാശാസ്ത്രം വിശ്വസിക്കുന്നവർ ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ അവർക്ക് മെച്ചപ്പെട്ട ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഏതൊരു മാസത്തെയും 3, 12, 21, 30 തീയതികളിൽ ജനിച്ചവർക്കാണ് കൂടുതൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ ലഭിക്കുക എന്നുള്ളതും മനസ്സിലാക്കണം. ഇനി ഞാൻ പറയുന്നത് വ്യാഴാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. വ്യാഴാഴ്ച ദിവസം 2 നക്ഷത്രം സ്വാധീനിക്കുന്നു. വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 1:52 വരെ അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രപ്രകാരമുള്ള ധനപരമായിട്ടുള്ള നേട്ടം ഇന്നലത്തെ അധ്യായത്തിലും പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് പറയുന്നത് അതുതന്നെയാണ്, വീണ്ടും ഒന്നുകൂടെ പറഞ്ഞുതരാം. അത്തം നക്ഷത്രപ്രകാരം ധനപരമായിട്ടുള്ള നേട്ടം വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 1:52 വരെ വന്നു ചേരുന്ന നാളുകാർ ഉത്രം, വിശാഖം, മൂലം, തിരുവോണം, പൂരുരുട്ടാതി, അശ്വതി, രോഹിണി, പുണർദം, മകം, അത്തം. അപ്പോൾ ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം, ധനം വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 1:52 മുതൽ ചിത്ര നക്ഷത്രം ആരംഭിക്കുകയാണല്ലോ. ചിത്ര നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് ധനപരമായിട്ടുള്ള നേട്ടം വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം. ചിത്ര നക്ഷത്രപ്രകാരം ധനപരമായിട്ടുള്ള നേട്ടം വന്നു ചേരുന്ന നാളുകാർ അത്തം, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി, ഭരണി, മകയിരം, പൂയം, പൂരം.
ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വ്യാഴാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 1:52 മുതൽ എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരോട് പങ്കുവച്ചത്. അപ്പോൾ നാളെ അടുത്ത വീഡിയോ, വെള്ളിയാഴ്ച ദിവസത്തെ വീഡിയോ ചിത്തിര നക്ഷത്രത്തെക്കുറിച്ച് തന്നെയായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ആ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.